കണ്ണൂരിൽ ബൂത്ത് തല കണക്കുകളിൽ CPM ഉറപ്പിക്കുന്നത് 7 സീറ്റുകൾ മാത്രം. അഴീക്കോടും കണ്ണൂരും ഒപ്പത്തിനൊപ്പം. എങ്കിലും മണ്ഡലങ്ങൾ കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് CPM. സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്ന പോളിംഗ് വിലയിരുത്തി. വോട്ടെണ്ണുമ്പോൾ എല്ലാ കണ്ണുകളും ഇത്തവണ കണ്ണൂരിലാവും. തളിപ്പറമ്പിലും പയ്യന്നൂരിലും പേരാവൂരിലും അട്ടിമറി സാധ്യതകൾ ഉണ്ടോ എന്നാകും ആദ്യ നോട്ടം. ഒപ്പം അഴീക്കോടും കണ്ണൂരിലും ഫോട്ടോ ഫിനിഷിംഗ് ആയിരിക്കുമോ എന്നതും കൗതുകമുണർത്തും. പോളിംഗിന് ശേഷം ബൂത്ത് തലത്തിൽ നിന്ന് കിട്ടിയ കണക്ക് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് വിശദമായി ചർച്ച ചെയ്തു. 7 സീറ്റ് ഉറപ്പ്. അഴീക്കോടും കണ്ണൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടമെങ്കിലും നേരിയ വോട്ടിനെങ്കിലും ജയം. അങ്ങനെ കഴിഞ്ഞ തവണത്തെ 9 സിറ്റിംഗ് സീറ്റുകളും വിജയിക്കാൻ കഴിയും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് LDF ഉള്ളത്. CPM സംസ്ഥാന കമ്മിറ്റിക്ക് ജില്ലാ കമ്മിറ്റി നൽകുന്ന റിപ്പോർട്ടിലും 9 സീറ്റുകളിൽ ജയം ഉറപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെക്രട്ടേറിയറ്റ് ഇന്നലെ യോഗം ചേർന്നിരുന്നു. ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ തുടർഭരണം ഉറപ്പിക്കുന്ന തരത്തിലുള്ള പ്രവചനം തന്നെയാണ് LDF നേതാക്കൾ നടത്തുന്നത്. കല്യാശ്ശേരി, ധർമ്മടം, മട്ടന്നൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ, തലശ്ശേരി, കൂത്തുപറമ്പ് മണ്ഡലങ്ങളാണ് CPM വിജയം ഉറപ്പിക്കുന്നത്. ഇതിൽ കൂത്തുപറമ്പിൽ പോരാട്ടം കടുത്തതായിരുന്നുവെങ്കിലും സീറ്റ് നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് നേതൃത്വം. 9 സീറ്റ് എന്ന കണക്കാണ് CPM തയ്യാറാക്കി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയത്. കണ്ണൂരും അഴീക്കോടുമാണ് LDF വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ. കഴിഞ്ഞ തവണ 6000-ലധികം വോട്ടിനാണ് KV സുമേഷ് അഴീക്കോട് നിന്നും വിജയിച്ചത്. ഈ ലീഡ് ഇത്തവണ ബൂത്തുതല കണക്കിൽ ഇല്ല. 100% ഉറപ്പിച്ച വോട്ട് മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കണക്കിലാണ് ഈ ലീഡ് ഇല്ലാത്തത്. പക്ഷേ KV സുമേഷിന്റെ മണ്ഡലത്തിലെ സ്വീകാര്യത ആർക്കും നിഷേധിക്കാനുമാവില്ല. ഈ വോട്ട് വൻതോതിൽ ക്രോഡീകരിക്കപ്പെട്ടാൽ കഴിഞ്ഞ തവണത്തെ ലീഡും മറികടക്കും. എന്നാൽ നിലവിലെ കണക്കിൽ 2000-ൽ താഴെയാണ് CPM പ്രതീക്ഷിക്കുന്ന ലീഡ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതു മുതൽ KV സുമേഷിന്റെ നേതൃത്വത്തിൽ ചിട്ടയാർന്ന പ്രവർത്തനം മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് CPM പ്രചരണത്തിന് ആയുധമാക്കിയതും. കണ്ണൂരിലും LDFന്റെ പ്രതീക്ഷ ചെറുതല്ല. K സുധാകരൻ ഫാക്ടർ, തീയ വിഭാഗത്തിന്റെ അതൃപ്തി എന്നിവയെല്ലാം LDFന് അനുകൂലമായി വരുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നിലവിൽ ലഭിച്ച ബൂത്തുതല കണക്കിൽ പിറകിലാണ്. കഴിഞ്ഞ തവണയും ബൂത്തുതല കണക്കിൽ ഏറെ പിന്നിലായിരുന്നു LDF. ആ കണക്കിന് അപ്പുറത്ത് കടന്നപ്പള്ളിക്ക് വോട്ട് കിട്ടുമെന്നാണ് CPMഉം വിലയിരുത്തിയത്. എടക്കാട്, മുണ്ടേരി, ചേലോറ മേഖലകളിൽ ഭൂരിപക്ഷം ഉറപ്പിക്കുന്നുണ്ട് CPM. നഗരസഭാ മേഖലയിൽ UDFന് മൃഗീയ ഭൂരിപക്ഷം ഉണ്ട്, പ്രത്യേകിച്ച് സിറ്റി മേഖലയിൽ. ഇതാണ് LDFനെ അലട്ടുന്ന വിഷയം. ന്യൂനപക്ഷ വോട്ടുകളുടെ കടുത്ത ധ്രുവീകരണം ഉണ്ടായില്ലെങ്കിൽ ആ ലീഡിനെ മറ്റിടങ്ങളിലെ വോട്ടുകൊണ്ട് മറികടക്കാനാകുമെന്നും LDF വിലയിരുത്തിയിട്ടുണ്ട്. നഷ്ടപ്പെടുന്ന സീറ്റിന്റെ പട്ടികയിൽ കണ്ണൂരിനെ ഉൾപ്പെടുത്താത്തതും ആ പ്രതീക്ഷയിലാണ്. പേരാവൂരിൽ വൻ അട്ടിമറിയാണ് LDF പ്രതീക്ഷിക്കുന്നത്. 2000-നും 3000-നും ഇടയിൽ വോട്ടിന് ജയിച്ചു കയറാം എന്നാണ് LDF വിലയിരുത്തൽ. ബൂത്ത് തല കണക്കിൽ പേരാവൂരിൽ LDF പിന്നിലാണ്. 5000-ഓളം വോട്ടിനാണ് പിന്നിൽ. എന്നാൽ സ്ത്രീ വോട്ടർമാരുടെ വലിയ ധ്രുവീകരണം പേരാവൂരിൽ LDF പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് നടന്നു എന്ന വിലയിരുത്തലിലാണ് 2000-നും 3000-നും ഇടയിൽ വോട്ടിന് ജയിക്കുമെന്ന് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ ലീഡ് ഒരു മണ്ഡലത്തിലും LDF പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ശക്തി കേന്ദ്രങ്ങളിൽ 20,000-ൽ കുറയാത്ത ലീഡ് ഉറപ്പാണ്. തളിപ്പറമ്പിൽ 5000-നും 10,000-നും ഇടയിൽ മാത്രമാണ് പ്രതീക്ഷിക്കുന്ന ലീഡ്. പയ്യന്നൂരിൽ പക്ഷേ 20,000-നടുത്ത് ലീഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. 2 മണ്ഡലങ്ങളിലും വിജയം ഉറപ്പിച്ചിട്ടുണ്ട് പാർട്ടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ലീഡ് 30,000-ൽ താഴെ ആകാനാണ് സാധ്യത. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDFന് അനുകൂലമായി സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ പരിശോധിച്ച് CPM നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇത് തന്നെയാണ് LDFന്റെ ആത്മവിശ്വാസവും. വോട്ടുകളുടെ ധ്രുവീകരണം സംഭവിച്ചാൽ മാത്രമേ വലിയ തിരിച്ചടി ഉണ്ടാവുകയുള്ളൂ എന്നാണ് നേതൃത്വം പറയുന്നത്. എന്തായാലും കണ്ണൂരിൽ 9 സീറ്റ് ജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം നേതൃത്വം പ്രകടിപ്പിക്കുമ്പോൾ പേരാവൂരിൽ വലിയ അട്ടിമറിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ബൂത്ത് തലത്തിലെ കണക്കുകൾ വീണ്ടും പരിശോധിച്ച് എന്താകും ജനവിധി എന്ന് ഊട്ടിയുറപ്പിക്കുകയാണ് പാർട്ടി നേതൃത്വം. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.